ഹലോ. അപ്പൊ വെള്ളക്കോയിലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ചലച്ചിത്രമേള തിരിതെളിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ ഉള്ളത് കലാഭവൻ തിയേറ്ററിന് തൊട്ടു മുമ്പിലാണ്. അപ്പൊ സിനിമകളുടെ പുതിയ വിശേഷങ്ങൾ നമുക്കറിയണ്ടേ. നമ്മളിപ്പോ അത് ആരുടെ അടുത്ത് ചോദിക്കും? ഓക്കെ, ഇതിലൊരു ചേച്ചി പോകുന്നുണ്ട്. ആ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് വരാം. എന്താ മനസ്സിലുണ്ട്, പുറത്തോട്ട് വരുന്നില്ല, ഇംഗ്ലീഷാ. മലയാളത്തിൽ പറഞ്ഞാ മതി. എന്നെ കണ്ടിട്ട് ഒരു ചേച്ചിയായിട്ട് തോന്നുന്നുണ്ടോ? അത് പിന്നെ ഞങ്ങളെ ഈ സിനിമ, ലോക സിനിമ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർ എങ്ങനെയുള്ള വേഷത്തിലാണ് വരാറുള്ളത്, മനസ്സിലായില്ലേ? അതാണ് അതിന്റെ ഒരു രീതി, ഞങ്ങളുടെ സ്റ്റൈലാണത്. ഇത് ഞങ്ങളുടെ പണിയായുധമാണ്. ഇതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ എണ്ണകളെ ആകർഷിക്കാറുള്ളത് ഇവിടെ വന്ന്. അങ്ങനെയാണെങ്കിലേ ഇത് വെച്ചിട്ട് ഒരു പാട്ട് പാടി നമ്മുടെ ചാനലിലേക്ക് തരുമോ? ആകർഷണം തുടങ്ങിയെന്ന് തോന്നുന്നു. അല്ല, അതൊന്നും അല്ല, ചാനലിന് വേണ്ടി മാത്രമാണ്. പാട്ടാണ്. ഓക്കെ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെട്ടല്ല പാട് 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 പാട്. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെട്ടല്ലപ്പാ. ഇഷ്ടപ്പെടുന്നില്ലപ്പാ. ഇഷ്ടപ്പെടുന്നില്ലപ്പാ. അല്ല, ഇഷ്ടപ്പെടല്ലപ്പാ. അതല്ല, ഈ കോപ്രായം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലപ്പാ. എന്താ പറഞ്ഞ കോപ്രായോ? ഇത് ഞങ്ങളെ സ്ഥിരം പാടുന്ന തനത് പാട്ടാണ് ഞങ്ങളത്. ഓ, അപ്പൊ ഇവിടെ സ്ഥിരം എല്ലാ വർഷത്തെയും ചലച്ചിത്രമേളയ്ക്ക് വരുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ അവസാനമായിട്ട് ഇവിടുന്ന് കണ്ടിറങ്ങിയ സിനിമയുടെ പേര് നമ്മുടെ ചാനലിൽ ഒന്ന് പറയാം. ആരാ സിനിമ കാണാൻ വരുന്നു ഇവിടെ? എന്താ പറഞ്ഞേ? അല്ല, ഇപ്പൊ അവസാനമായിട്ട് കണ്ടിറങ്ങിയ അവസാനമായിട്ട് കണ്ടത് എഴുതി വെച്ചേക്കുന്ന ആ സിനിമയില്ല, പോസ്റ്റർ എഴുതി വെച്ചേക്കുന്ന അത് നല്ല പടം. ഇഫ്ക്. നല്ല നല്ല കൊറിയൻ പടം, ക്ലൈമാക്സ് സൂപ്പറാ. IFKK ഈ പ്രോഗ്രാമിന്റെ പേരാത്. ഈ പ്രോഗ്രാമിന്റെ പേര് അറിയാത്ത ഒരാളാണ് ഞാനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എങ്കിലാണ് എനിക്ക് അറിയത്തില്ല. ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നേ, അതിപ്പോ ഓക്കെ ആയി. അച്ഛന് പ്രാന്താണ്. എന്റെ അച്ഛന് പ്രാന്താന്ന് നിനക്ക് എങ്ങനെ അറിയാം? അയ്യോ, അതല്ല, ഇപ്പം തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ പടം PK ബാബുന്റെ അച്ഛന് പ്രാന്താണെന്നുള്ള സിനിമയല്ലേ കണ്ടിറങ്ങിയേ? നിനക്ക് പടം ഉണ്ടായിരുന്നു? പ്രാന്താണ്. ഓക്കെ, അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഒന്ന് പറയണം. ഫസ്റ്റ് ആപ്പിൾ, അതിന്റെ ഡയറക്ഷൻ പരമ ബോറായിരുന്നു, പക്ഷെ സംവിധാനത്തിലാണ് അവർ പിടിച്ചു കയറിയത്. അതുപോലെ തന്നെ അതിന്റെ സൗണ്ട് എഫക്ട് മോശമായിരുന്നു, ശബ്ദമിശ്രണമാണ് അതിൽ മെച്ചപ്പെട്ടത്. എടുത്തു പറയാനുള്ളത് സിനിമാറ്റോഗ്രഫി തോൽവി തോൽവി തോൽവി. അല്ല, ക്യാമറയ്ക്ക് എന്തോ കുഴപ്പം? സിനിമാറ്റോഗ്രഫിയുടെ കാര്യമല്ലേ പറയുന്നത്? സിനിമാറ്റോഗ്രഫി, സിനിമയുടെ കാര്യം പറയൂ. സിനിമയുടെ കാര്യം. എന്നാ സിനിമയെ പറ്റി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോഴത്തെ മലയാള സിനിമയിൽ നെപ്പോട്ടിസം അധികമായി കാണുന്നുണ്ട്, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അത് ദേവാസുരം തൊട്ടാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. രാവണപ്രഭുവിലും ഏകദേശമൊക്കെ കണ്ടിരുന്നു, അവിടെ തൊട്ട് ചുരുങ്ങിയത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കാർ കത്തിയ ശേഖരന് പുല്ല കൈവയ്യത്താണ് ലക്ഷ്യം. നല്ല സാധനമാണെങ്കിൽ രണ്ടെണ്ണം അടിക്കാം. അത് അച്ഛനിൽ നിന്ന് മകനിലേക്ക് കിട്ടുന്നത് എന്ന് വെച്ചാ മമ്മൂട്ടിയിൽ നിന്ന് സിനിമ ദുൽഖറിന് കിട്ടി, മോഹൻലാലിൽ നിന്ന് സിനിമ പ്രണവിന് കിട്ടി. അതേപോലെ ഒരു സിനിമ ജീവിതം. അവർക്കൊക്കെ അച്ഛനിൽ നിന്ന് സിനിമ കിട്ടി, എനിക്കൊക്കെ അച്ഛനിൽ നിന്ന് കിട്ടി. എന്ത്? അരിക്കലത്തിന് ഏറ് ഡെയിലി കിട്ടുമല്ലോ. ഇത്ര പ്രായമായൊന്നുമില്ല, ചട്ടുവൊക്കെ വെച്ച് വെക്കും. അയ്യോ, എന്നാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മോനിഷ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആ കൊറിയൻ പടം കണ്ടിരുന്നോ? മോനിഷ തിയേറ്ററിലുള്ളത് കൊറിയൻ പടമല്ല, അത് ചൊറിയൻ പടമാണ്. നിറച്ചും മൂട്ടയാ തിയേറ്ററിൽ. എന്തൊരു കടിയായിരുന്നെന്ന് അറിയാവോ എന്നെ? എന്നിട്ട് ഞാൻ ആ സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയി കമന്ന് കിടന്നുറങ്ങിയപ്പോ അമ്മ കൈതച്ചക്കയാന്ന് പറഞ്ഞ് വെട്ടാൻ വന്ന്. അമ്മ അതിന് പണിയല്ലേ മൂട്ട കാണിച്ചു വെച്ചത്. എന്നാലേ അത് പോട്ടെ, ഈ ആവണി തിയേറ്ററിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിലെ നായികയുടെ മേനി പ്രദർശനം കൂടിപ്പോയെന്ന് പറഞ്ഞ വ്യാപകമായ ഒരു പരാതി ഉണ്ടായിരുന്നു, അതിനെ പറ്റിയോ? അതിൽ നായികയുടെ മേനി പ്രദർശനം കൂടിയോ? അതാണ്. പരാതി ഉണ്ടോ? ആദ്യം പറയണ്ട, ഞാൻ കണ്ടില്ല. കണ്ടില്ല പറയാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു, അപ്പളേ പോയി. ഇനി ഞാൻ ആരെടുത്ത് ചോദിക്കും, ആരെയും കാണുന്നില്ല, എന്റെ ജോലി പോവോ, കണ്ടന്റും കിട്ടുന്നില്ല. എന്താ ഇത്ര പെട്ടെന്ന് ഓടി തിരിച്ചു വന്നേ? എന്റെ അച്ഛൻ ഫ്രണ്ടിലെ തറയിൽ ഇങ്ങനെ ഇരിക്കുന്നു. കൊള്ളാം, അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. ഒരു തരത്തിലും പുള്ളി ജീവിക്കാൻ സമ്മതിക്കത്തില്ല. വീട്ടിൽ ചെന്നാലും ശല്യം, നാട്ടിലിറങ്ങിയാലും ശല്യം, ശല്യത്തോടി വെറൈറ്റി ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. വെറൈറ്റി ചോദ്യം ചോദിച്ചാൽ കുറച്ചൊക്കെ ഏറിക്കണം. ഇവിടെ ചേച്ചി ഞാനത് ആ പടം പൊഴിച്ചിട്ടേക്കുന്നത് എന്റെയാ? ഞാൻ ഈ 5 ചോദ്യം കഴിഞ്ഞാൽ ഡ്രസ് ചേഞ്ച് ചെയ്യും.
അങ്ങനെയാണോ? ഇനി എത്ര ചോദ്യമുണ്ട്? ഇനി 3 കൂടെ. 1, 2, 3. 3 കൂടരുത്. ചോദിക്കൂ. ഓക്കെ, എന്നാ 3ാമത്തെ ചോദ്യം ready. ചോദിക്കാം. മലയാള സിനിമയെ പിന്നോട്ടടിക്കുന്നത് ആരാണ്? അതാരാണ്? കപ്പലണ്ടി കച്ചവടക്കാരൻ അടിക്കുന്നത്. അതല്ല, ഈ മലയാള സിനിമയെ പിന്നോട്ടടിക്കുന്നത് ഓഡിയൻസ് അന്ന് ഞാൻ പറയുന്നു. ഓഡിയൻസിന്റെ മലയാളം അർത്ഥം എന്തെന്ന് ഞാൻ ചോദിക്കുന്നു. Audience എന്ന് വെച്ചാ പ്രേക്ഷകര്. ഓ, വീഡിയോഗ്രഫി. ഈ പ്രേക്ഷകരെന്ന് വെച്ചാലേ നമ്മളെ പോലുള്ള ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ. പീപ്പിൾസ്. അത് പറ. പീപ്പിൾസ് ആയിരുന്നല്ലേ അറിയാതെ. ഓക്കെ, പീപ്പിൾസ്. ഈ മലയാള സിനിമയിൽ നിന്ന് പീപ്പിൾസ് ഉൾവലിയുന്നതായിട്ട് തോന്നുന്നുണ്ടോ? സത്യത്തിൽ മലയാള സിനിമയിൽ പീപ്പിൾസ് അല്ല ഉൾവലിയുന്നത്. ഇവിടുത്തെ ചില സിനിമാ താരങ്ങളാണ് ഉൾവലിയുന്നത്. അങ്ങനെ എല്ലാ പീപ്പിൾസിന്റെ തല ഈ കുട്ടിയാകിലൊക്കെ എത്ര തവണ ഉൾവലിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങ് ചിരിച്ചു കേട്ടല്ലേ, കവലവരാളിയൊന്നും വലിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൈ നിട്ട് കളികളില്. മറ്റേ പുള്ളിക്കാരിക്ക് ഒരു കമ്പമുണ്ട്, പക്ഷെ അതിന് താല്പര്യമില്ല. കാരവാനകത്തൊക്കെ ഉൾവലിയുന്ന എത്ര തവണ. ഇത് പറയുമ്പോ ഇയാളെന്തിനാ ഉൾവലിയുന്നേ? അയ്യോ, ചുമയുണ്ട്, താൻ ഉൾവലിക്കാറുണ്ട്. ഓ, ഊരി പുറത്തോട്ട് വിടുന്നു. എന്തൊരു ഉൾവലിച്ച ഇയാള്. അതൊന്നും അല്ല. ഞാനേ അടുത്തൊരു ചോദ്യം ചോദിക്കാം. അതായത് ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളൊക്കെ തന്നെ ഭയങ്കര പുതുമകളോടെയാണ് ഇറങ്ങുന്നത്. അപ്പം ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഡെക്ലോച്ചി എന്ന് പറയുന്നത്. ഡെക്ലോച്ചി ഞാൻ കണ്ടിരുന്നു. തിയേറ്ററില് AC വർക്ക് ചെയ്യുന്നില്ല, ചൂടാണ് ഡെക്ലോച്ചിക്ക്. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാ പോലും ഉണ്ടല്ലോ, നമുക്ക് ആ തിയേറ്ററിൽ എല്ലാവരും പോയി കാണേണ്ട ഒരു സിനിമയായിരുന്നെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് ഹാഫ് തൊട്ട് ഓഡിയോ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വിഷ്വൽ ഇല്ലായിരുന്നു. അതാണ് ആ സംവിധായകന്റെ സെൻസ്. അത് സംവിധായകന്റെ സെൻസ് അല്ല, ചൂടെടുത്തിട്ട് ഞാൻ ഉടുപ്പൂരി പ്രൊജക്ടറിൽ ഇട്ടതല്ലയോ. എല്ലാം സംവിധായകന്റെ സെൻസിലോട്ട് കൊണ്ടു കൊടുക്കല്ലേ. എല്ലാ ക്രെഡിറ്റ് സംവിധായകന്റെ സെൻസ്. അല്ല, എനിക്കത് എനിക്ക് തരണമെന്നല്ല, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്. ഞാൻ അറിയാതെ പറഞ്ഞ ഇയാളുടെ സെൻസ് സമ്മതിച്ചു. ഓക്കെ, വേറൊരു കാര്യം ചോദിക്കും. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒരു സംവിധായകനുണ്ടല്ലോ, ബാബു എന്ന് പറയുന്നത്. ആളുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാബുവിന്റെ സിനിമ ഞാൻ കണ്ടു. മൊത്തം ചുംബന രംഗങ്ങളാണ് അതിൽ. ഞാനും ആ സിനിമ കണ്ടിരുന്നു. ഒരു ചുംബനം പോലും ഞാൻ കണ്ടില്ലല്ലോ. സിനിമയിലല്ല, തിയേറ്ററിൽ ആളൊഴിഞ്ഞ കോണുകളിൽ അവിടെ ഇവിടങ്ങളിലായി ചുംബനങ്ങൾ നടക്കുന്നു. ശബ്ദ മലിനീകരണം, ഇങ്ങനെയുള്ള ശബ്ദ മലിനീകരണങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കൂ, 3 പല്ലിയാണ് തിയേറ്ററിൽ നിന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. അവരുടെ മുകളിലാണ് അവിടെ മറ്റേതിന്റെ ഒച്ച. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, പക്ഷേ എല്ലാ സിനിമയ്ക്കും ആ തിയേറ്ററിൽ നിന്ന് കൂവല് കിട്ടാറുണ്ട്. ഈ സിനിമയ്ക്ക് മാത്രം കൂവല് കിട്ടിയിട്ടില്ല. എങ്ങനെ കൂവും? ചുണ്ട് ഫ്രീ ആയെങ്കിൽ പറ്റുമോ? എല്ലാത്തിന്റെ ഇങ്ങനെ ഇരിക്കുക. അറിയാമോ? എന്നാലേ ഞാനൊരു കാര്യം, എനിക്ക് ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ? ഒരു പാട്ട്. ആകർഷണം എന്തെങ്കിലും ചാനലിന് വേണ്ടിയാ. വെറൈറ്റി ആയിട്ട് സാധനം ഞാൻ അങ്ങനെ കീച്ചാം. എറണാകുളം പോണം, എനിക്ക് എറണാകുളം പോണം, എറണാകുളം പോണം, എനിക്ക് എറണാകുളം പോണം. എറണാകുളം ബസ് വരണാണ്ട നോക്ക്, എറണാകുളം ബസ് വരണ കണ്ട. തുടക്കം ഞാറക്കൽ പിന്നെ മാഞ്ഞാലി, തുടക്കം ഞാറക്കൽ പിന്നെ മാഞ്ഞാലി. എറണാകുളത്ത് എന്തൊക്കെയുണ്ട് ബിബിൻ ബ്രോ? ഉണ്ട്, അവിടെ വൈറ്റിൽ ഹബ് ഉണ്ട്, മാളുണ്ട്, വേറെ വരി കിട്ടുന്നില്ല, അതിലെ എൻഡിട്ട് പിടിക്കുന്നത്. നിങ്ങളുടെ ചാനലിന്റെ പേര് വല്ല കുയിലും ചേർത്താണോ? അയ്യോ, വെള്ളക്കുയിൽ എങ്ങനെ മനസ്സിലായി? ക്യാമറയുടെ പിടുത്തം കണ്ടപ്പോ മനസ്സിലായി. പിന്നെ ലോക സിനിമയുടെ ചടുലത വിളിച്ചു കാണിക്കാനാണ് ഈ IFKK ഉള്ളത്. ഞാൻ നോക്കിയത് വെച്ച് നിങ്ങളെ പോലുള്ള വെടലകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് IFKK. ഇതുള്ളത് കൊണ്ടാണ് ലോക സിനിമകൾ നമ്മൾ കാണുന്നത്. ഇതുള്ളത് കൊണ്ടാണ് എനിക്ക് മലയാള സിനിമയോട് ഇത്ര പുച്ഛം വരാൻ തന്നെ കാരണം. മലയാള സിനിമയിലേക്ക് എന്തിനാണ് പുച്ഛം? എന്താ പുച്ഛമെന്നോ? ഈ മലയാള സിനിമയിലെ സംവിധായകന്മാർക്കാർക്കും ടെക്നിക്കലി അപ്ഡേഷൻ ഇല്ല, അവർക്കൊരു ശ്രദ്ധയുമില്ല. അതൊന്നുമല്ല, അവർക്ക് അതൊക്കെ ഉണ്ടത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. മലയാള സിനിമയിൽ എല്ലാവർക്കും അത് ഉള്ളതാണ്. ഇല്ല, അവർക്ക് ടെക്നിക്കലി അപ്ഡേഷനും ഇല്ല, ശ്രദ്ധയും ഇല്ല. അത് നിങ്ങളുടെ ഇതായിരിക്കും. ഞാൻ പോട്ടെ, എനിക്ക് എന്റെ സിനിമ കാണണം എന്ന വ്യാജന മറ്റു പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. എനിക്കുള്ളത് വീഡിയോ കിട്ടിയില്ല. അതെ, ഒരു മിനിറ്റ്. എന്താണ്? വരുവോ? എന്താണ്? പറയൂ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പറയുവോ? എന്താ അത് ഞാൻ വീഡിയോ ഓൺ ആക്കിയില്ലായിരുന്നു. മലയാള സിനിമയിലെ സംവിധായകർക്ക് എന്തോ ഇല്ലെന്നാ പറഞ്ഞേ? അവർക്ക് ടെക്നിക്കലി അപ്ഡേഷൻ ഇല്ല. വേറൊരു സാധനം പറഞ്ഞായിരുന്നല്ലോ, ശ്രദ്ധയാണ്. നീ ഉണ്ടാക്ക്, പിന്നെ മലയാള സിനിമയുടെ നെഞ്ചത്തോട്ട് കയറി കേട്ടോ. ഓരോ കാര്യങ്ങളുമായിട്ട് അവള് വന്നോളും. സാർ, അല്ല വീഡിയോ ഇത്ര വയലൻസിന്റെ ഇടയ്ക്കും ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ചേട്ടനില്ലേ, ബിബിൻ ജോർജിന്റെ ശുക്രൻ എന്ന് പറയുന്ന ഒരു കിടിലം പടം ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാരും വന്ന് കാണണം. അപ്പൊ ഗൈസ്, നമുക്ക് ഈ വീഡിയോ ഇതോടെ കൂടി നിർത്താം. ഞാൻ വല്ല പറയുന്ന കേട്ടോ. ആകർഷിച്ചതാണോ? അല്ല. ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി അഖിലായിരിക്കും. എന്ത്
നീയല്ലേ പറഞ്ഞ ഇവിടുന്ന് എപ്പോഴും ഞാനിങ്ങനെ പോവാറുണ്ട് സിനിമ കാണാറുണ്ട് എന്നൊക്കെ. അത് കാണാറില്ല, പോയി കിടന്ന് കറങ്ങാറ്. Correct. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇവിടെ സിനിമ എന്നാ ചന്തു ചേട്ടൻ എപ്പോഴാണ്ട് എടാ ചന്തുചേട്ടൻ മാന്യനാണ്. ഇവിടെ വന്നപ്പോ മാന്യന്റെ ഫേസ് മാസ്ക് ഇട്ടോണ്ടിരിക്കുക. ഞാൻ പിന്നെ ഇതുപോലെ ഡ്രസ് ഇട്ട് അവിടെ കിടന്ന് കറങ്ങുമോ? എനിക്കറിയില്ല അത് ആ നിനക്കറിയോ? 3 പല്ലിയില്ലേ ആ. അത് ഇവരിരുന്നിട്ട് കേട്ടോ. അതാണ് നഗ്നമായ സത്യം. കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി കാത്തിരിക്കുന്നെന്ന് പറയുന്നത് ശ്വേത ചേച്ചി ഇവരുടെ തമാശകളും കാര്യങ്ങളും കമന്റ്സും ഒക്കെ നമ്മൾ കേട്ടു. ബാറ്ററി യെസ് എത്രത്തോളം ചാർജ് കയറിയിട്ടുണ്ടെന്നുള്ളത് നോക്കാം. അല്ലേ? റെഡി Ready. റെഡി തിരിഞ്ഞു നോക്കിക്കോ. കരനിറയെ പണം മുഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതും തനതാളത്തിൽ ഞാൻ 30,000 rupees ആണ് ഇപ്പോൾ നിങ്ങൾ നേടിയിരിക്കുന്നത്. ഈ ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മീനിങ് മനസ്സിലായല്ലോ. ഇനിയും വരാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ഇനിയും നമുക്ക് ചിരിപ്പിക്കാനുള്ള കൗണ്ടേഴ്സ് കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് അറിയാലോ സോന ഏതൊക്കെ എന്താ. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി. വന്നതിന്റെ ഒരു ടോക്കൺ അഡ്വാൻസ് മേടിച്ച് പോകുന്നു. താങ്ക് യു. അത്രേ ഉള്ളൂ. അപ്പൊ ശ്വേത ചേച്ചി ഒന്നത് ട്രാൻസ്ഫർ ചെയ്യാവോ 30,000 rupees? എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ഓളം ക്രിയേറ്റ് ചെയ്തു. ഒരു സിനിമ IFKK അത് നല്ല പേരാ. നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു. ഗുഡ്. പൈസ വേണല്ലേ? അപ്പൊ നമുക്ക് വീണ്ടും കാണണം. കിടിലം പെർഫോമൻസുമായിട്ട് വീണ്ടും തിരിച്ചു വരാം. സോന കാണാം. ഓക്കെ.